ഹായ് ഫ്രണ്ട്സ്, ഗുഡ് ഈവനിങ്. എല്ലാവരും ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് കാണുമായിരിക്കും അല്ലേ? നാട്ടിലിപ്പോൾ ഏകദേശം അത്താഴത്തിനുള്ള സമയമായിട്ടുണ്ട്. ഇവിടെ ഇവിടെ ഇപ്പം എല്ലാവരും ചായ കുടിച്ച് ഒരു റെസ്റ്റൊക്കെ എടുക്കുന്ന സമയമാണ് കേട്ടോ. ഒരു 5:30, 6 സമയം. ഞാനിപ്പോൾ വന്നത് ഇന്നത്തെ നമ്മുടെ തലമുറ, അതായത് പുതിയ വളർന്നു വരുന്ന ന്യൂ ജനറേഷൻ, അവർക്കിപ്പോൾ പൈസയുടെ മൂല്യം എന്തെന്നോ, അത് ചിലവാക്കുന്ന വഴി, അത് വരുന്ന വഴി എന്തെന്നോ അവർക്കൊന്നും യാതൊരു അറിവുമില്ല. അതേസമയം നിങ്ങളുടെ ബാല്യകാലങ്ങൾ, അതായത് എന്നെ കേൾക്കുന്ന, അതായത് നമ്മുടെ പ്രായമുള്ളവരൊക്കെ ഉള്ളവർ, എൻ്റെ അത് സെയിം ഏജ് ഉള്ളവരുടെയൊക്കെ ബാല്യകാലമൊക്കെ എങ്ങനെയാണ് നമുക്കൊന്ന് ചിന്തിച്ചാൽ അറിയാൻ കഴിയുന്നതാണ്. പുറകോട്ടൊന്ന് റിവൈൻഡ് ചെയ്താൽ മതി. പക്ഷേ നിങ്ങൾക്കുണ്ടാകുന്ന തലമുറയിൽ പൈസയുടെ മൂല്യം അറിയിച്ച് തന്നെ അവരെ വളർത്താൻ ശ്രമിക്കുക. നാളെ ഒരു ദിവസം അവരൊന്നിച്ച് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജോലി സ്ഥാപനമായി അല്ലെങ്കിൽ പഠന സംബന്ധം എവിടെയെങ്കിലും പോയി വരുമ്പോൾ ആവശ്യത്തിനനുസരിച്ച് അവരുടെ കയ്യിൽ പൈസ എല്ലാം കൊടുത്തു വിടുമ്പോൾ അവർക്കത് ഉണ്ടാക്കുന്ന മൂല്യം എങ്ങനെയോ, അതെങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നൊന്നും അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞെന്ന് വരത്തില്ല. അവർ മറ്റ് പല ഇതിനും അഡിക്റ്റായി പോവും. അതായത് ഇന്നത്തെ തലമുറകളൊക്കെ ജീവിക്കുന്ന വഴി നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ കരുതുന്നു. ഓരോ ദിവസം കൂടുന്തോറും പുതിയ പുതിയ വാർത്തകളൊക്കെയാണ് നമ്മൾ കേട്ട് വരുന്നത്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന പോലെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുക. കുഞ്ഞു മനസ്സാണ്, അവർക്കടുത്ത് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന ഓരോ കാര്യങ്ങളായിരിക്കും അവർ വളർന്ന് വലുതാകുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയും. അവർ കരയുന്നതിനനുസരിച്ച്, അവരുടെ താളത്തിനനുസരിച്ച് തുള്ളാതെ നമ്മുടെ അവസ്ഥ എന്താണോ, അല്ലെങ്കിൽ നമുക്ക് എത്രത്തോളം നമുക്ക് വരുമാനമുണ്ട് എന്നല്ല, നമുക്ക് നമ്മുടെ ചെറുപ്പകാലം എങ്ങനെ കഴിഞ്ഞിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ അവരെയും അതേപോലെ തന്നെ രീതിയിൽ തന്നെ കൊണ്ട് നല്ലൊരു തലമുറയാക്കി വാർത്തെടുക്കാൻ നിങ്ങൾ ശ്രമിക്കണം. അങ്ങനെ ശ്രമിച്ചില്ല എങ്കിൽ ഇന്ന് മിക്ക കുഞ്ഞുങ്ങളും ഫോണിനും അതുപോലെ തന്നെ മറ്റു പല ഡ്രിങ്ക്സ് അല്ലെങ്കിൽ ടൈം പാസിനാണെങ്കിൽ പോലും ചെറിയൊരു കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന അതിനൊക്കെ അടിമയാണ്. ഞാൻ എന്തെന്നും ഞാൻ എടുത്ത് പറയുന്നില്ല, പറയാതെ നിങ്ങൾക്ക് അറിയാമെന്ന് കരുതുന്നു. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന പോലെ നിങ്ങൾ അവരുടെ അടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്ത് പ്രവൃത്തിയിലോ അല്ലെങ്കിൽ ആംഗ്യത്തിലോ എങ്ങനെയാണേലും അതിൻ്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും നിങ്ങൾ മനസ്സിലാക്കി അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക എന്നുള്ളൊരു ധർമ്മം അത് നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനെയാണെങ്കിൽ നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലെങ്കിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം നല്ലൊരു സന്തോഷവും സമാധാനത്തോടൊക്കെ ഉള്ളൊരു ജീവിതം ഉണ്ടാകത്തുള്ളൂ. നിറയെ കുഞ്ഞുങ്ങളൊന്നും ഒരു കാര്യം പോലും അറിയത്തില്ലാതെ ഓരോരുത്തർ ഓരോ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യുന്ന സ്ഥലങ്ങളും, അല്ലെങ്കിൽ അതേ ഒരു ആത്മഹത്യ പ്രേരണ, ക്യാഷ് കയ്യിലില്ല എങ്കിൽ അങ്ങനെയൊക്കെ ഒരുപാട് സ്ഥലങ്ങൾ നമ്മൾ കേട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ മാക്സിമം നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.